സംസ്ഥാനത്താകെ ലഹരി മാഫിയയെ പൂട്ടാനുള്ള വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. മുൻപ് ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവർ എല്ലാവരും തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരം ചാക്കയിൽ ഒരു വീട്ടിൽ എക്സൈസ് റെയ്ഡ് നടത്തുന്നത്. അവിടെ നിന്ന് കണ്ടെത്തിയത് 13 കിലോ കഞ്ചാവ്. രഹസ്യ അറകളിലായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ ലഹരി അത്രയും. തിരുവനന്തപുരം സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് റെയ്ഡ് നടത്തിയത്. ചാക്ക സ്വദേശി അനീഫ് ഖാനെയാണ് ഈ കാണുന്ന ചാക്കയിലെ സ്വന്തം വീട്ടിൽ നിന്ന് 13 കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടാണ്. വീടിൻ്റെ 1ാമത്തെ നിലയാണ്. ഈ 1ാമത്തെ നിലയിലേക്ക് കയറി കഴിയുക. സാധാരണ രീതിയിൽ നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു വുഡൻ കബോർഡാണ്, അല്ലെങ്കിൽ ഇത് ഒരു വുഡൻ ഫ്ലോറാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞു, മേളിൽ ഒരു സ്ക്രൂ ഉണ്ട്, മുകളിൽ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഒന്ന് ലൂസായി കഴിഞ്ഞാൽ ഇതുപോലെ ഈ കാണുന്ന അറ നമുക്ക് തുറക്കാൻ സാധിക്കും. ഈ അറ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയ ഒരു അറയാണ്. കാരണം ഇതിൻ്റെ അകത്താണ് ഈ 13 കിലോഗ്രാം കഞ്ചാവിൻ്റെ ഒരു ഭാഗം സൂക്ഷിച്ചിരുന്നത്. ഈ കാണുന്ന അറ ഇത് സാധാരണ ഒരു വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമുക്ക് ഒരു സംശയം തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ എക്സൈസിൻ്റെ ഈ സ്റ്റേറ്റ് എൻഫോഴ്സ്മെൻറ്റ് ടീം വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു രഹസ്യ അറ ഈ ഹോളിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കാണുന്ന അനീഫ് ഖാനാണ് പ്രതിയായിട്ടുള്ളത്. അനീഫ് ഖാനെ മുൻപും 2024 സമാന കേസിൽ തന്നെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് വാനിനുള്ളിലാണ്, ഒമിനി വാനിൻ്റെ ഉള്ളിലാണ് രഹസ്യ അറ ഉണ്ടാക്കി 20 കിലോയോളം വരുന്ന കഞ്ചാവ് കർണാടകയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഹോളിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഈ ചെറിയ കഞ്ചാവും MDMA ഒക്കെ പാക്ക് ചെയ്യുന്ന ചെറിയ കവറുകൾ ഇവിടെയാകെ പരതി കിടക്കുന്നത്. ഈ മുറിക്കകത്തേക്ക് കയറിയാൽ മുഴുവനായും ഇവിടെ കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും കവറുകളുമാണ് ഈ മുറിക്കകത്തിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ്, ഇവിടെ വെച്ചാണ് കഞ്ചാവ് പോലീസ് കണ്ടെടുക്കുക. പിന്നീട് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ മുറിക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിൻ്റെ അകത്ത് ഒരു ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അവിടെ ഒരു വാഷ് ബേസിനുണ്ട്. ഈ വാഷ് ബേസിൻ്റെ അകത്ത് പിന്നീട് ഒരു അറയുണ്ട്. ഈ വാഷ് ബേസിൻ്റെ ഉള്ളിലുള്ള അറ കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഡ്രോയറാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്രഷും അതുപോലെ സോപ്പും ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറയാണെന്ന് മാത്രമേ നമ്മൾ ഊഹിക്കുള്ളൂ. പക്ഷേ ഇത് തുറക്കാൻ സാധിക്കും. ഈ അറ തുറക്കാൻ സാധിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് വലിയൊരു രഹസ്യ അറയാണ്. ഒരാൾക്ക് സുഗമമായി അകത്തേക്ക് കയറാൻ പാകത്തിനാണ് ഇതിൻ്റെ അകത്തുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു 100 കിലോയോളം കഞ്ചാവ് ഈ അറയ്ക്കകത്ത് സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന അതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. കാരണം എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ടീമിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ അറയ്ക്കകത്ത് കയറി നമുക്ക് പോയി ദൃശ്യങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ MDMA തൂക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൂടി, ഒരു ചെറിയ ഡിജിറ്റൽ മെഷീൻ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ ഡിജിറ്റൽ മെഷീൻ കണ്ടെത്തുകയും ചെയ്തിട്ട് അതുകൊണ്ട് തന്നെയാണ് ചെറിയ തോതിലുള്ള MDMA മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ പക്ഷേ ഇവിടെ MDMAയുടെ കച്ചവടവും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. സാർ, ഇവിടെ നിന്ന് ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെടുത്തിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ 2 രഹസ്യ അറകളിലായിട്ട് സൂക്ഷിച്ചുള്ള 13 കിലോയോളം കഞ്ചാവാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇത് ഇയാൾ മുൻ കേസുകളിലെയും പ്രതിയാണ്. 2024 ഒരു വാനിൽ രഹസ്യ അറയുണ്ടാക്കി കൊണ്ടുവന്ന 20 കിലോ കഞ്ചാവ് ഈ ബൈപ്പാസിൽ വെച്ചാണ്, കഴക്കൂട്ടം ബൈപ്പാസിൽ വെച്ചാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് പിടികൂടിയത്. കഴക്കൂട്ടം റേഞ്ച് ഓഫീസിൽ എക്സൈസ് ഓഫീസിനും 2 കിലോയോളം കേസിൽ പ്രതിയാണ് ഇദ്ദേഹം. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇപ്പോൾ സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് കർശന പരിശോധനയ്ക്ക് എക്സൈസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് കർശനമായ പരിശോധന നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം വാഹനത്തിൽ നിന്ന് വിട്ട് വീടിൻ്റെ പരിസരത്താണ് ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുന്നത് കിട്ടിയ രഹസ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത്. ഞങ്ങളുടെ വീട്ടിലെ പരമാവധിയുള്ള സ്ഥലങ്ങൾ പരിശോധിക്കാൻ കിട്ടിയില്ല. പിന്നെ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് അതിവിദഗ്ധനായത് ആളാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മുക്കും മൂലയും ഞങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗം കണ്ടെത്തുകയും അത് ലൂസാക്കുമ്പോൾ ഇത് തുറന്നു തന്നെ കണ്ടെത്തുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ ബാത്റൂമിനകത്തും ഇത്തരത്തിൽ രഹസ്യത ഉണ്ടാക്കിയത് അത് സൂക്ഷ്മമായ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടെത്തി. ഇപ്പോൾ ഇവിടെ പിടിക്കുമ്പോൾ കാണുന്നത് MDMA കച്ചവടം ചെയ്യുന്നതിനുള്ള ഒരുപാട് ചെറിയ പാക്കറ്റുകൾ, അതിലുപയോഗിക്കുന്ന ഇലക്ട്രോണിക് മെഷീൻ, കഞ്ചാവ് തൂക്കുന്നതിന് ആവശ്യമായ മെഷീൻ, ഒരു ഹോൾസെയിൽ കടയിൽ എങ്ങനെയാണോ അതിൻ്റെ കവറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് ഈ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീട്ടിൽ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്നതാണ്. ഇവിടെ IT ഉണ്ട്, കൂടാതെ കോളേജുകളുണ്ട്. അങ്ങനെ ചെറിയ ഒരു പാക്കറ്റ് കവർ ചെറിയ പാക്കറ്റുകളിലാക്കി വെച്ചിരിക്കുന്ന കവറിലാണ് കഞ്ചാവ് ഇരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും കൂടാതെ ഹോൾസെയിലായിട്ടും അദ്ദേഹം കച്ചവടം നടത്താറുണ്ട്.
അതിനോടൊപ്പം തന്നെ MDMA കച്ചവടവും പുള്ളിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലഹരിയുടെ വലിയത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ തന്നെ ഒരു വലിയ ലോബി ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓപ്പറേഷൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിരവധി ഇന്നലെ കൊല്ലത്തൊരു കേസെടുത്ത സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ ഏകദേശം ഒരു 1-2 ആഴ്ചയായിട്ട് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പിന്നെ സാധനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഈ അറ കണ്ടുപിടിക്കുന്നത്, കേസെടുക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സാധാരണഗതിയിൽ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാത്ത രീതിയിലാണ് ഈ അറകൾ വീട്ടിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ടീം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ആയിരക്കണക്കിന് ചെറിയ കവറുകളാണ് ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീടിന് സമീപം ചാക്ക ITI പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ കഞ്ചാവ് കച്ചവടം ഈ വീട്ടിൽ പുരോഗമിക്കുന്നത് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടതാണ്. കാരണം കേരളത്തിലുള്ള ഉടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് എക്സൈസ് വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടത്തി വരുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ ഉൾപ്പെടെ കയറിക്കൊണ്ടുള്ള ഒരു പരിശോധന അന്ന് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയാണ് ഈ വീട്ടിൽ നടന്നത്. വിശദമായ പരിശോധനയിൽ തന്നെയാണ് ഇത്രയും അധികം രഹസ്യ അറകൾ കണ്ടെത്തുകയും അതിനുള്ളിൽ നിന്ന് പ്രാഥമിക പരിശോധനയിലാണ് 13 കിലോയോളം വരുന്ന കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വിശദമായിട്ടുള്ള ഒരു പരിശോധന ആവശ്യമാണ്. കാരണം ഈ വീട്ടിൽ മറ്റെവിടെയെങ്കിലും രഹസ്യ അറകളുണ്ടോ, അല്ല എങ്കിൽ ഈ പിടികൂടിയതല്ലാതെ കഞ്ചാവ് മറ്റെവിടെയെങ്കിലും ഇയാൾ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. രതീഷ് പെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.